സിറുൻ നജാഹ്, സിറുൻ അസ്റാർ, അമ്രുൻ ഖഫി, അമ്രുൻ ഖഫി ലാ യൽഹർ. സിറ്, സിറൻ വ ജഹ്റൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സിറ് എന്ന് പറഞ്ഞാൽ രഹസ്യം എന്നാ, പതുക്കെ പറയുന്നതിനും പറയും കേട്ടോ സിറ്. സിറുൻ നജാഹാണ് നമുക്കിന്ന് അറിയാനുള്ളത്, അല്ല ഇവിടുന്ന് അങ്ങോട്ട് അറിയാനുള്ളത്. നജാഹ് ബിമാന ഫലാഹ്, അസ്സആദ വിജയം, നജാത്ത് രക്ഷ. നജാഹ്, നജാത്ത്, ഫലാഹ് ഇതൊക്കെ പറഞ്ഞാലും ഖലാസ്, ഖലാസാകുക, സലാമത്ത്. അപ്പോൾ നമുക്ക് വിജയിക്കാനും രക്ഷപ്പെടാനും സആദത്ത് നേടാനുമുള്ള സിർ എന്താണ്? സിറുൻ നജാഹി, വിജയത്തിൻ്റെ രഹസ്യം. അറബിയിൽ നിന്ന് നേരെ തിരിച്ചാണ്, റിവേഴ്സാണ്. ഓക്കെ. ലികുല്ലി ഇൻസാൻ മഖ്ദുറാത്തുൻ മുതമയ്യിസ. എല്ലാ ഇൻസാനിനുണ്ട് മഖ്ദുറാത്തുണ്ട്. എന്താ മഖ്ദുറാത്ത് എന്ന് പറഞ്ഞാൽ? ഖുദ്റത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാകും. കഴിവ് എന്നുള്ള അർത്ഥത്തിന് പറയാറുണ്ടല്ലോ, സ്കിൽ. ഓക്കെ. മഖ്ദുറാത്തുൻ മുതമയ്യിസ, തമയ്യുസ്, എന്നെ ഞാനാക്കുന്ന പ്രത്യേകതകൾ. അതാണ് വേറിട്ട സവിശേഷമായ കഴിവുകൾ ഓരോരുത്തർക്കുമുണ്ട്. ബഅ്ലുൻ അനി ബഅ്ലുൻ മിൻകും അനി മിനൽ ഔലാദി അനി മിനദ് ദാരിസീൻ ബഅ്ലുൻ മിൻകും യുൻഷിദു. ചിലരൊക്കെ നന്നായി യുഖദ്ദിമുൻ നശീദ വൽ മൻളൂം വസായിറൽ ഖസായിദ്, നന്നായി യുൽഖി അവതരിപ്പിക്കുന്നവരില്ലേ, മൻളൂമുകളൊക്കെ. അപ്പം അത് പാട്ട് പാടാനുള്ളൊരു കഴിവുണ്ട് ചിലർക്ക്. വബഅ്ലുൻ യർസുമു, എല്ലാം ഒരാൾക്കല്ല. ചില ആളുകൾ റസ്മി യഖൂമു ബിർറസ്മി സുവർ, നന്നായി ചിത്രം വരയ്ക്കും, ഡിസൈനിങ്ങിലൊക്കെ തിളങ്ങുന്ന ആൾ ഉണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. വൽ ആഖർ, മറ്റു ചിലർ യുഹ്സിനു അർറിയാവൽ ബദനിയ. യുഹ്സിനു അനി യുജീദു യഖൂമു അലാ വജ്ഹിൻ അഹ്സൻ വ അതം വ അക്മൽ, പരിപൂർണമായ നിലയിൽ അവർ നിറവേറ്റും. അർറിയാല ബദനിയ എന്താ? നല്ല കായികമായ അധ്വാനം എന്ന് പറഞ്ഞാൽ വ്യായാമം. അതവർ നന്നായി എക്സസൈസ് ചെയ്യുന്ന, അപ്പോൾ ശരീരം നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക. അത് ചിലർക്കുള്ള കഴിവാണ്, എല്ലാവർക്കും ഒരുപോലെ കിട്ടില്ല. ഇരിക്കട്ടെ, ഇങ്ങനെ കഴിവില്ലാത്തവരാരുമില്ല. എന്തോ ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടു. അസ്സഈദു മൻ യഅലമു മഖ്ദുറാതിഹി വ യുൻഷിതുഹ. മൻ സഈദ്, ആരാ സഈദ്? നിങ്ങളിങ്ങനെ തൊട്ട് കാണിക്കുന്നുണ്ടാവും അല്ലേ, ഇതാ സഈദ്. മൻ ഹുവ ദൂ സആദത്തിൻ വ ഫലാഹിൻ ഫിൽ ഹയാത്ത്, ജീവിതത്തിൽ നല്ല സആദത്തുള്ളവൻ. സയ്യിദ് അല്ല കേട്ടോ, സയ്യിദ് വേറെ സഈദ് വേറെയാണ്. മൻ ഹുവ സഈദ്, മനിസ് സഈദ്, ആരാണ് സഈദ്? മൻ ഹുവ ദൂ സആദ ഫിൽ ഹയാത്ത്, ആരാണ് സആദത്ത് കിട്ടിയ ആൾ? അസ്സഈദു മൻ യഅലമു മഖ്ദുറാതിഹി വഹുവ അല്ലദീ അറഫ ഖുദ്റതഹു, തൻ്റെ കഴിവിനെ മനസ്സിലാക്കിയവൻ. എന്നിട്ടോ വയുൻഷിതുഹ അനി യഖൂമു ബിതൻഷീത്തിൽ മഖ്ദുറാത്ത്, തൻ്റെ കഴിവ് അറിയുന്നു, എന്നിട്ട് അതിനെ നന്നായി തൻഷീത്ത് ചെയ്യുന്നു, അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാരോ അവനാണ് വിജയി. ഞാൻ അറിയണം എൻ്റെ കഴിവ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ലികുല്ലി ഇൻസാൻ ഹദഫുൻ മുഅയ്യൻ, ലികുല്ലി മിന്നാ ഹദഫുൻ അഅല അനി മഖ്സൂദുൻ ഖാസ്സുൻ. മാഷാ അല്ലാഹ്, ഓരോരുത്തർക്കും കൃത്യമായ ഹദഫുണ്ട്, ലക്ഷ്യമുണ്ട്, ഗായത്തുണ്ട്. നഹ്നു നസ്ആ ഇലൈഹ, ആ ഗായത്തിലേക്കാണ് നമ്മളിങ്ങനെ ഓടി ചെല്ലുന്നത്. ഇൻഷാ അല്ലാഹ്. ഫൽ മുജ്തഹിദു യസ്ആ ലിതഹ്ഖീഖി അഹ്ദാഫിഹി ലിതൻഫീദി വലിതഹ്സീലി ഗായതിഹി, തൻ്റെ ഗായത്ത് കൈപ്പിടിയിൽ ഒതുക്കാൻ, അതിനെ സാക്ഷാത്കരിക്കുക എന്നൊക്കെ പറയില്ലേ, ഫുൾഫിൽ, കണ്ട സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി. യസ്ആ അനി യഈഷു ബിസുർഅ, വേഗത്തിൽ ജീവിക്കും, എന്നാൽ അടങ്ങിയിരിക്കില്ല. സഈ ചെയ്യും. സഈ ബൈന സ്വഫ വൽ മർവ കേട്ടിനോ? സആ യസ്ആ. വയതഹമ്മലു ഫീ സബീലിഹി അൽ ജുഹദ വൽ മശഖത്ത് വഅയ്ളൻ യകൂനു സാബിറൻ മുതഹമ്മിലൻ, തഹമ്മുൽ ചെയ്യണം, ക്ഷമയോടെ സഹിച്ചുകൊണ്ട് പോകും ആ സബീലിൽ. ഏത് സബീലിൽ? തൻ്റെ ലക്ഷ്യത്തെ നേടാനുള്ള, അതിൽ അവൻ സഹിക്കും. അൽ ജുഹദ വൽ മശഖത്ത, അൽ ജദ്ദ വൽ കദ്ദ എന്നെല്ലാം കേട്ടിന. വല്ലാത്ത എന്ത് ജദ്ദുണ്ടെങ്കിലും എന്ത് ജിദ്ദുണ്ടെങ്കിലും അവരത് സഹിക്കും. അതാണ് ആര്? സഈദ്. ഓക്കെ. അസ്തിഖത്തു ബിൻ നഫ്സി അംറുൻ ളറൂറി
ലിമുവാജഹത്തി സുഉബാത്ത് അസ്സിഖത്തു ബിന്നഫ്സി. നമ്മുടെ ഈ യൂണിറ്റ് തന്നെ അതാണല്ലോ, പാഠം മുഴുവനും അതാണല്ല. അസ്സിഖത്തു ബിന്നഫ്സ്, കോൺഫിഡൻസ്. അതെ, നമുക്ക് നമ്മെക്കുറിച്ചുള്ള നല്ല ധാരണയും നല്ല ബോധ്യവും വേണം. അത് അംറുൻ ലരീർ ലാ ബുദ്ദ ലികുല്ലി ഇൻസാൻ മിന അസ്സിഖത്തി ബിന്നഫ്സ്. അതെല്ലാ മനുഷ്യനും അത്യാവശ്യമാണ്. വാജിബുൻ ഹത്മുൻ, നിർബന്ധ, ലാസിമ. എന്തിന് ലാസിം? ലിമുവാജഹത്തി സുഉബാത്ത്. എന്തിന്? ജീവിതത്തിൽ യുവാജിഹു കുല്ലും മിന്ന വയുഖാബിൽ വയുവാസി, നമ്മൾ നേരിടും തീർച്ചയായിട്ടും. വയുഖാസി, നമ്മൾ മുഖാസാത്ത് ചെയ്യും, ഓവർകം, തരണം ചെയ്യേണ്ടി വരും. അപ്പോൾ സുഉബാത്തിനെ തരണം ചെയ്യാൻ ഇത് അത്യാവശ്യമാണ്. ഫൽവാസിഖു ബിന്നഫ്സ് അനി മൻ ലഹു സിഖത്തുൻ ബിന്നഫ്സ് യബ്തസിമു നഹ്വൽ ഹയാത്ത് വഹുവ യൽഹഖു വയകൂനു മസ്റൂറൻ വയകൂനു സഈദൻ. അവൻ ചിരിച്ചുകൊണ്ടാണ് നേരിടുക ജീവിതത്തിനു നേരെ. അവൻ ഇബ്തിസാം, പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തെ നേരിടും. ഏത് പ്രയാസത്തെയും അത് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യും. ലിഅനൽ ഇബ്തിസാമ ഖൈറു ഇലാജ്, ഒരു നല്ല ദവാ ആയിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഏതിനെ? ലിഅന്നൽ ഇബ്തിസാം, ചിരിയാണ്. ഖൈറു ഇലാജ് അയ്നി ദവാഉൻ അഫ്ളൽ വ അംസൽ വ അൻജർ. പ്രയോജനപ്രദമായ നല്ല മരുന്ന് ഏതാണെന്നറിയോ? ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെയുള്ള ഒരു നല്ല മനസ്സ്. ചിരിച്ചുകൊണ്ട് എന്തിനേയും നേരിടാൻ കഴിയുക. അല്ലാഹു നസ്അലു തൗഫീഖ്. ലിതഹമ്മുൽ മതാഇബ്, തഅബാൻ എന്ന് കേട്ടിന? തഅബാൻ ഇതാണ് മതാഇബ്. അനി അൽ മശഖാത്ത് വസ്സുഉബാത്ത് വൽ മശാകിൽ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് മസായിബിനെയും ആഫാത്തിനെയും ഒക്കെ ചിരിച്ചുകൊണ്ട് നേരിടാൻ കഴിയുക. ലാ തൻസ, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത മറ്റു ചില ഖവാനീൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, കൊലെ തിയറികൾ. എന്താണ്? ലൈസത്തി സഅദ മാ യുഷ്തറാ ബിൽ മാൽ, ലാ തുബാഉ ഫിൽ അസ്വാഖ്. അസ്സഅദ ലൈസത്ത് മബീഅതൻ വലാ മുഷ്തറാതൻ. അത് വിൽക്കാനോ വാങ്ങാനൊന്നും പറ്റുന്നതല്ലല്ലോ ജീവിതത്തിൽ കിട്ടേണ്ടത് വിജയവും സൗഭാഗ്യവും. അതൊന്നും ലാ യുഷ്തറ വലാ തുഷ്തറ ബിൽ മാൽ ബിൽ ഫുലൂസ്, പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല. അത് ഓർക്കുക. അപ്പം നല്ല ഒരു മനസ്സിൻ്റെ ഉടമയായി നമ്മൾ മാറ്റുകയാണ്. അത് നമ്മുടെ മനസ്സിൽ തന്നെ, നമ്മുടെ ശരീരത്തിൽ തന്നെ, നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് നമ്മുടെ വിജയത്തിൻ്റെ പടവുകൾ, അല്ല വിജയത്തിലേക്കുള്ള പടവുകൾ. അന്ത ഖസാനത്തുൽ മഖ്ദുറാത്ത്, മാഷാ അല്ലാഹ്. അന്ത ഖനാതിർ മുഖന്തറ മംലൂഅ, നീ നല്ല നിറഞ്ഞ കലവറയാണെന്നാ പറയുന്നത്. നീ നല്ല ഖജനാവ് എന്ന് കേട്ടിട്ടേ? ഖസാന, ഖസാന ഖജനാവാണത് മലയാളത്തിലെ പ്രയോഗം. നീ നല്ല ഖജാനയാണ്. എന്തിൻ്റെ? അൽ മഖ്ദുറാത്തി വൽ മഹാറാത്ത്. ഒരുപാട് സ്കില്ലുകളുണ്ട്. മഹാറത്തുൻ ജംഅ് മഹാറാത്ത്, മഖ്ദുറത്തുൻ ജംഅ് മഖ്ദുറാത്ത്. ശേഷികൾ, കഴിവുകൾ, നൈപുണികൾ, അങ്ങനെയൊക്കെയാണ് മലയാളത്തിൽ പറയാം. അതിൻ്റെയൊക്കെ വലിയ ഒരു കലവറ തന്നെയാണ് നീ. അതൊക്കെ നിറഞ്ഞു കിടക്കുന്നവനാണ് നീ. അതുകൊണ്ട് തന്നെ നീ നിന്നെ തിരിച്ചറിയണം. അസിസ് മഖ്ദുറാത്തിക, അസിസ്, നീ ശക്തി പകരണം. ഉണ്ട്, അതിൻ്റെ ബേസ് നിൻ്റെ അടുത്തുണ്ട്. അതിനെ നീ തഅസീസ് ചെയ്യണം. നസ്റൻ മുഅസ്സസ എന്ന് കേൾക്കും ചിലയിടത്തൊക്കെ. എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ സഹായം. നീ തഅസീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നീ അതിനെ പരിപോഷിപ്പിച്ച് കൂട്ടി കൊണ്ടുവരണം. എന്നാൽ തഗ്ലിബ് അല ളുർഫിക, അത് നിന്റെ ളുർഫിനേക്കാളും ഗാലിബായി നിൽക്കും. ഏത് മനുഷ്യനും വീക്ക്നെസ് ഉണ്ടാകും തീർച്ചയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ മികച്ചു നിൽക്കും നിന്റെ ശേഷി. നിനക്ക് എപ്പോഴും പോസിറ്റീവായ വശമാണ് നിന്നെ മികച്ചു നിൽക്കുക. നീ അതിനൊന്ന് പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നാൽ മതി. വീക്ക്നെസ് അവിടെ ഇരിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ചില ന്യൂനതകൾ, ചില പോരായ്മകൾ, ചില പ്രശ്നങ്ങൾ ആർക്കായാലും ഉണ്ടാകും. എല്ലാവർക്കും എല്ലാ കഴിവും ഒരുപോലെയല്ല. പക്ഷെ ഉള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ മികച്ചു നിൽക്കാൻ, മികച്ച രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അതാണ് പറഞ്ഞത് അസിസ് മഖ്ദുറാത്തിക തഗ്ലിബ് അലാ ളുർഫിക്, നിന്റെ ളുർഫിനേക്ക്. ഇതൊന്നും നിന്റെ ജീവിതത്തിൽ നീ മറക്കരുത്. അൽ മുഹാവല അൽ മുസ്തമിറ, വീണ്ടും നിന്നോട് ഓർക്കാൻ പറയാണ്. നേരത്തെ ലാ തൻസ, ഇപ്പോൾ തദക്കർ, ഓർത്തോണേ. അൽ മുഹാവല അൽ മുസ്തമിറ അനി അൽ മുദാവമതു അലൽ ഇജ്തിഹാദ്. അതാണ് നൈരന്തര്യം. ഒരിക്കൽ ചെയ്തിട്ട് അങ്ങ് പൂട്ടി വെക്കലല്ല, ഒരു തവണ എക്സസൈസ് ചെയ്ത് നിർത്തലല്ല, ഒരിക്കൽ വരച്ചിട്ട് മതിയാക്കലല്ല, ഒരിക്കൽ പഠിച്ചിട്ട് നിർത്തലല്ല. എന്തോ ആവട്ടെ, നമ്മൾ ചെയ്യുന്നതിൽ ഒരു നൈരന്തര്യം, കണ്ടിന്യൂഷൻ, അതാണ് സിർറു നജാഹിക്ക. മുമ്പൊരാളൊരു പാറ പൊട്ടിച്ചത് കേട്ടിട്ടുണ്ടോ? ഒരടിയിലാണ് പാറ പൊട്ടിയത്. അപ്പോൾ മറ്റു പലരും പറഞ്ഞു ഈ അടി നേരത്തെ അടിച്ചുകൂടായിരുന്നു എന്ന്. അല്ല, ഈ അടിക്ക് മുമ്പ് അയാൾ 99 അടി അടിച്ചിരുന്നു.
അതാരും അത്ര ശ്രദ്ധിച്ചില്ല. ഈ 99 അടി അടിച്ചപ്പോഴാണ് 100ാമത്തെ അടിക്ക് ഇത് പൊട്ടാൻ പാകമായത് എന്ന് പറയാറുണ്ട്. അവിടെ ഒരടിക്കല്ലേ പൊട്ടിയത്, നിങ്ങൾ പറയപ്പാണ് അല്ല 100 അടിക്ക. അപ്പം അത്രയും ആ 99 അടിയും അത്രയും സമയമൊക്കെ ക്ഷമയോടെ അതിനെ നേരിട്ടു എന്നുള്ളതാണ്. അൽ മുഹാവല അൽ മുസ്തമിറ, നിരന്തര പരിശ്രമമാണ് നിന്റെ വിജയത്തിൻ്റെ രഹസ്യം. ലാ തഹ്സൻ അലൽ ഫശൽ, തോറ്റെന്ന് കരുതി സങ്കടപ്പെട്ടു പോകരുത്. ഇന്നഹു സുല്ലമുൻ ഇലൽ ഫൗസ്, ഇന്നഹു സുല്ലം, മമാന സുല്ലം അൽ മിറാജ്, കേട്ടിട്ട് ഉറൂജ്, അതൊരു പടവുകളാണ്, വിജയത്തിലേക്ക് നിന്നെ അത് എത്തിക്കും. ഫൗസിലേക്കുള്ള സആദത്തിലേക്കുള്ള പടവുകളായിട്ടാണ് പരാജയത്തെ കാണേണ്ടത്. കൂടുതൽ ശക്തിയോടെ പഠിക്കാമല്ലോ, കൂടുതൽ ശക്തിയോടെ നേരിടാമല്ലോ ഏതിനെയും ആവട്ടെ. ലാ തൻതളിർ ജസാഅൻ അലാ ഇഹ്സാൻ, ഒരാൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ അങ്ങനെ തൻ്റെ ജസാ, ഒരു പ്രതിഫലം നമ്മൾ വല്ലാതെ അങ്ങ് പ്രതീക്ഷിക്കരുത്. അലല്ലാ, കാരണം അന്നേരം നമുക്ക് നിരാശ വരും. നമ്മൾ ചെയ്യുന്നത് എന്തിനാ, നമുക്ക് ജീവിതത്തിൽ അതുപോലെ ഇഹ്സാനുകൾ ഉണ്ടാകും. ആർക്കും ഇഹ്സാൻ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ലാ തൻതളിർ ജസാഅൻ അലാ ഇഹ്സാൻ, ഇതൊന്നും ലാ തൻസ വതദക്കർ തൂല ഹയാതിക്. നഹ്നു നുലാഹിളു അനി നഖറഉ ബികുല്ലി ദിഖ്ഖത്തിൻ വമുലാഹള. നന്നായി ഒന്ന് വായിക്കണം മക്കളെ. അത്തസ്വീരിഹൽ അവ്വൽ മിൻ സിർറി നജാഹ്, സിർറു നജാഹിലെ ആദ്യത്തെ തസ്വീരിഹ്, പ്രസ്താവന, അതൊന്ന് നന്നായി വായിക്കണം. മഹുവൽ അവ്വൽ ലികുല്ലി ഇൻസാൻ മഖ്ദുറാത്തുൻ മുതമയ്യിസ, അത് തന്നെ. അവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചോ, ഓരോരുത്തർക്കുമുണ്ട് നല്ല വേറിട്ട സവിശേഷമായ കഴിവുകൾ. അത് വായിച്ചതിന് ശേഷം, അത് മുഴുവനായി വായിച്ച ശേഷം, വൽ ആയത്തൽ ആത്തിയ ഹിനക ആയത്തും മിൻ സുവരിൽ ഖുർആൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഇതും കൂടി വായിക്കുക. എന്നിട്ട് വനുനാഖിഷുൽ അലാഖത ബൈനഹുമ അനി നഖൂമു ബിൽ ബഹ്സി വന്നിഖാഷ്, നമ്മൾ ചർച്ച നടത്തണം. എന്തിനെക്കുറിച്ച്? ഹൗല ഹതൈൻ അന്നുഖ്തതൈൻ, ഈ 2 പോയിന്റുകളെ. എന്താണ് അവിടെ പറഞ്ഞത്? ലികുല്ലി ഇൻസാനിൻ മഖ്ദുറ മുതമയ്യിസ, വേറിട്ട കഴിവുകൾ ഓരോരുത്തർക്കും ഉണ്ടെന്നല്ലേ പറഞ്ഞു. അവിടെ നമ്മൾ ബഅ്ളും മിൻകും ബഅ്ളും മിന്നാ നമ്മൾ സ്വന്തം പറയുമ്പോൾ, നമ്മൾ ചിലരൊക്കെ യുൻഷിദു വയർഖുസു വയഖറഉ, എങ്ങനെ വയഈഷു അലാ മാ യശ, ഓരോരുത്തരും വ്യത്യസ്ത രീതികളിൽ ജീവിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അല്ലേ, കാര്യങ്ങൾ ചെയ്യുന്നു, കളിക്കുന്നു, നിയന്ത്രിക്കുന്നു കാര്യങ്ങൾ. എന്തൊക്കെ കഴിവുകളാണ്! അതൊക്കെ പഠനത്തിലും കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആയത്തും നേരത്തെ പ്രസ്താവനയും തമ്മിലുള്ള ബന്ധം, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നമ്മൾ സാധാരണ കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ ഭംഗി മാത്രമാണ് അതിൽ ചർച്ച ചെയ്യുക, പോരാ. നിങ്ങൾ വലിയ ക്ലാസ്സിലെ കുട്ടികളാണ്, നിങ്ങളതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകണം. എന്തൊക്കെ സർഗശേഷികളാണ് റബ്ബ് മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. മനുഷ്യൻ അല്ലാഹുവിൻ്റെ പ്രത്യേക രീതിയിലാണ്, മറ്റൊരു മൃഗങ്ങൾക്കും ഈ സവിശേഷതയില്ല. വ്യത്യസ്തങ്ങളായ കഴിവുകൾ, ഒരാൾക്കു തന്നെ വ്യത്യസ്ത കഴിവുകൾ. ഒരു ഉമ്മയുടെ, ഒരു ഉപ്പയുടെ, ഒരു കുടുംബത്തിലെ മക്കൾ തന്നെ എന്തൊക്കെ വ്യത്യസ്തമായ കഴിവുകളിലുള്ളവർ. മൂത്തവൻ്റെ കഴിവല്ല ഇളയവന്, അതല്ല പെങ്ങൾക്ക്, അതല്ല ഉപ്പയ്ക്ക്, അതല്ല ഉപ്പയുടെ പെങ്ങൾക്ക്. സുബ്ഹാന റബ്ബി, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ലികുല്ലി ഇൻസാൻ മഖ്ദുറാത്തുൻ മുഖ്തലിഫ അനി മുതഫന്നിന മഹാറാത്ത്. വ്യത്യസ്തങ്ങളായ കഴിവുകളെ കൊണ്ടാണ് മനുഷ്യനുള്ളത്. എല്ലാവർക്കും അതുണ്ട്, നമ്മൾ തിരിച്ചറിയണം. അഇദ്ദ കശ്ഫൻ, നീ ഒരു കശ്ഫ് തയ്യാറാക്കിയ കശ്ഫ് ഹയ്യ നുഇദ്ദു കശ്ഫൻ, ഒരു നല്ല ലിസ്റ്റ്, ഒരു പട്ടിക തയ്യാറാക്കണം മക്കളെ. എന്തിനാ പട്ടിക? അത്രയൊക്കെ ഉണ്ടോ? നിങ്ങൾ ഇന്ന് തന്നെ എഴുതാൻ ശ്രമിക്ക്. ലിമഖ്ദുറാതിക അനി ലിമഖ്ദുറാതി നഫ്സിക, നിന്റെ നഫ്സിന് അല്ലാഹു തആല തന്ന മഖ്ദുറാത്തിനെ നീ കണ്ടെത്തി ഒന്ന് ലിസ്റ്റ് ചെയ്തൊക്കെ എണ്ണിയാ തീരില്ല. കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, അതുമുതൽ തന്നെ തുടങ്ങിക്കോ. ചെറുതിൽ തുടങ്ങി വലുതിലേക്ക് എത്തും. അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം, എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റും, നന്നായി എഴുതാൻ പറ്റും, നന്നായി വരയ്ക്കാൻ പറ്റും, മറ്റൊരാളെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള ശേഷി എനിക്കുണ്ട്. എനിക്കൊരു വിഷയം വന്നാൽ അത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. എൻ്റെ വീട്ടിലെ അനുജന്മാരെ, ഒരുപക്ഷെ ജ്യേഷ്ഠനെ പോലും പലതും പറഞ്ഞ് ബോധ്യപ്പെടുത്തൽ ഞാനാണ്. അതിൻ്റെ ഒരു കഴിവാണ്. എൻ്റെ വീട്ടിൽ എന്ത് തകർന്നാലും പൊളിഞ്ഞാലും ഒക്കെ അത് ശരിപ്പെടുത്താൻ എനിക്കൊരു വല്ലാത്ത താല്പര്യമാണ്. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നതോ നാട്ടിൽ ചെയ്യുന്നതോ കൂട്ടത്തിലോ കുടുംബത്തിലോ, അതിന് നിങ്ങൾ പറ്റുമെങ്കിൽ അറബ് ഭാഷയിൽ തന്നെ ഒന്ന്
കൊണ്ടുവരിക. ടീച്ചേഴ്സ് സഹായിക്കും ഇൻഷാ അല്ലാഹ്. ഇഖ്തബിർ നഫ്സക് നമുക്ക് അവസാനിപ്പിക്കാണ്. ഒരു ഇഖ്തിബാർ അതിന് തഖ്വീമുൻ ലി നഫ്സിക്കും ലി ശഖ്സിയാത്തിക്കും ലി ഹുവിയാത്തിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഹുവിയത്തിന് നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. വളരെ സത്യസന്ധമായി നിങ്ങളിത് ചെയ്തു വെച്ചേക്കണം. എന്താ ചെയ്യേണ്ടത്? ലർ അലാമത്ത് സഹീഹ്, സഹീഹ് അടയാളപ്പെടുത്തണം. ഏതിൽ? ബിജാനിബി തസ്രീഹാത്തില്ലത്തി തുവാഫിഖു അലൈഹ ഹിനാക തസാരിഹു കസീറ. ഒരുപാട് തസ്രീഹാത്തുകളുണ്ട്. മിൻഹ മാ തുവാഫിഖു അലൈഹി വ മാ ലാ തുവാഫിഖ്. നിനക്ക് യോജിക്കാൻ പറ്റുന്നത് പറ്റാത്തതൊക്കെ ഉണ്ടാവാം. സത്യസന്ധമായി നീ അത് ഏറ്റെടുക്കണം. എന്നിട്ട് വളർത്തേണ്ടതിനെ വളർത്തണം. ഇപ്പോൾ ഇല്ലാത്തതാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? വ അലാമത്തുൽ ഖത്ത, തെറ്റ് ഇൻറ്റു മാർക്ക് ചെയ്തോളൂ. മുഖാബില തസ്രീഹാത്തില്ലത്തി ലാ തുവാഫിഖു അലൈഹ, നിനക്ക് യോജിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ നിന്നിലിപ്പോൾ ഇല്ലാത്തത്, അങ്ങനെയും പറയാം. എന്നാൽ നിനക്കതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അല്ല ഉണ്ടാക്കാൻ പറ്റും, ഉള്ളതിനെ ഡെവലപ്പ് ചെയ്യാനും പറ്റും. ആ രീതിയിലൊന്ന് സത്യസന്ധമായി ഇതിനെ കണ്ടോക്കെ. ഒരു പക്ഷേ ഈ ക്ലാസ് തീരുമ്പോഴേക്ക് നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ മാറി ഇത് മുഴുവനും സഹിഹായിട്ട് ഇടാനൊക്കെ സാധ്യതയുണ്ട്. ഇരിക്കട്ടെ, എന്താണെങ്കിലും ഒന്നാമത്തത് അലമു മഖ്ദുറാത്തി വ ഉൻഷിതുഹ ഇന്നി അലാ ഇൽമിൻ വ ഇർഫാൻ മിൻ മഖ്ദുറാത്തി വ മഹാറത്തി. എൻ്റെ കഴിവ് എനിക്ക് കൃത്യമായി അറിയും. അറിയോ? അറിയുമെങ്കിൽ ശരി കേട്ടോ. ഇല്ലേ? അറിയാൻ ശ്രമിക്കണം. തൽക്കാലം തെറ്റിടും. ലി ഹദഫുൻ മുഅയ്യൻ, എനിക്കുണ്ട് ഗായത്തുൻ മുഅയ്യനത്തുൻ, എനിക്കൊരു നല്ല ലക്ഷ്യമുണ്ട്. തീർച്ചയാണ് ഗോൾ സെറ്റിംഗ് എന്ന് കേട്ടിട്ടില്ലേ? ഞാനൊരു ഗോളിലേക്കാണ് പോകുന്നത്. അസ്ആ ലി തഹ്ഖീഖിഹി, അത് തഹ്ഖീഖ് ചെയ്യാനാണ് ഞാൻ ജീവിക്കുന്നത്. അന അജ്രി വ അസ്ആ വ അസീറു വ അഈഷ്, എൻ്റെ ജീവിതം ഞാൻ ജീവിക്കുന്നത് എന്തിനാ? അത് തഹ്സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തീർന്നോ? ഇല്ല. അഅരിഫു അന്നൽ ഫൗസ ലാ യഅതി ഇല്ലാ ബിൽ ജുഹദ്, നെയ്ച്ചോനിയല്ലേ നെയ്ച്ചോറ് കേട്ടിട്ടില്ലേ? എനിക്കറിയും ഈ കഴിവൊന്നും, എൻ്റെ വിജയമൊന്നും എന്നിലേക്ക് വരില്ല. അന്നൽ ഫൗസ ലാ യഅതി ഇല്ലാ ബിൽ ജുഹദ്, ജുഹദ് കൊണ്ടല്ലാതെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറേ ജിദ്ദും കദ്ദും ഇജ്തിഹാദും മശഖത്തും ഒക്കെ. അതൊക്കെ സഹിക്കാതെ ഒന്നും കയ്യിലേക്ക് വരില്ല. ചുമ്മാ കിട്ടുമോ? ചുക്കുവെള്ളം കിട്ടില്ല. അസ്സആദ ലാ തുശ്തറ ബിൽ മാൽ, നേരത്തെ പറഞ്ഞു. ലൈസത്ത് മുശ്തറാതൻ മിൻ അസ്സൂഖ് മിൻ അദ്ദകാകീൻ, ദുക്കാനിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണോ ഇത്? അല്ലല്ലോ. അൽ മുഹാവല അൽ മുസ്തമിറ സിർറു നജാഹി, സ്വന്തം തീരുമാനമെടുക്കുക. ഇതൊക്കെ യോജിക്കാൻ പറ്റുന്നതാണോ? എൻ്റെ വിജയത്തിൻ്റെ നിദാനം, അതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് നിരന്തര പരിശ്രമമാണ്. ആ രീതിയിൽ മക്കളൊക്കെ ഒന്ന് ഇൻഷാ അല്ലാഹ് ഉയരുക. വലക്കും തറക്കി വതതവ്വുർ വഹ്തിമാലാതുഹുമ, അതിൻ്റെ എല്ലാ സാധ്യതകളും മക്കൾക്കുണ്ട് ഇൻഷാ അല്ലാഹ്. നഹ്നു നസിഖു ബിൻ നഫ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വഹ്ദയോട് നമുക്ക് തൽക്കാലം വിടവാങ്ങാം. അസ്സിഖത്തു ബിൻ നഫ്സ്. ജസാക്കുമുല്ലാഹ് ഖൈർ.